ചിന്താവിഷയം. ഭക്തിയായാലും യുക്തിയായാലും പഠനമായാലും ഒന്നും അമിതമാകരുത്, അന്ധമാകരുത്. മനസ്സ് നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കണം. റോസെടുത്തി, ചോറ് വാർത്തിട്ടിട്ട് ഇവരിത് എവിടെ പോയി? മോളെ, കരയാതടാ കൊച്ചിലോനെ, കരയാതടാ. നീ ഓടിച്ചെന്ന് കാക്കൂനെ വിളിച്ചോണ്ട് വാ, ഇല്ലെങ്കിൽ അവന് ശവസംസ്കാരം കൂടാൻ പറ്റില്ലടാ. അവൻ കാളവണ്ടി പിടിച്ച് കാണത്തില്ല, പഠിപ്പിറപ്പാടത്ത് ആയി കാണത്തേ ഉള്ളൂ. ചെല്ലേ, ഓടിപ്പോടാ, വേഗം ചെല്ലേ, വേഗം. മദർ, അമ്മേ, 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 അമ്മേ. കാക്കുചേട്ടാ, 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 ഇങ്ങ് പോര്, തിരിച്ചു പോര്, തിരിച്ചു വാ. എന്താ, എന്തു പറ്റി? മദർ, മദർ, എന്താ സംഭവിച്ചത്? എന്തു പറ്റിയോ ആവോ? മദർ, മദർ, ഒന്ന് പിടിച്ചേ. എന്റെ അപ്പൻ മരിച്ചുപോയി. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വൻമഹിമ ധനം സുഖങ്ങൾ സകലവുമായ. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വൻമഹിമ ധനം സുഖങ്ങൾ സകലവുമായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വൻമഹിമ ധനം സുഖങ്ങൾ സകലവുമായ. അപ്പൻ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുക. നന്നായി വരും, നന്നായി വരും, നന്നായി വരും. മദർ, നേരെ ഉച്ച കഴിഞ്ഞു. ഇതുവരെ ആരും അറിയിച്ചു വന്നില്ല. അല്ല, വരാൻ നേരവും ആയില്ല. മദറിന്റെ തോന്നലുകളായിരിക്കുമോ എന്നാണ് എന്റെ സംശയം. അല്ല, അപ്പന്റെ ശവസംസ്കാരം
തുടങ്ങിക്കഴിഞ്ഞു. ആഞ്ഞസമ്മ വരുന്നു. ആഞ്ഞസമ്മേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, എന്തുണ്ട് മക്കളെ? അപ്രതീക്ഷിതമാണ് ആഞ്ഞസമ്മയുടെ ഈ വരവ്. അതെ മക്കളെ. മദർ ഏവുപ്രാസിയമ്മയുടെ അപ്പൻ മരിച്ചെന്ന് ഏവുപ്രാസിയമ്മയ്ക്ക് ഒരു തോന്നൽ. ആരും ഒരു അറിയിപ്പുമായി ഇതുവരെ വന്നില്ല. മണി 5 കഴിഞ്ഞു. മരിച്ചെങ്കിൽ ശവമടക്ക് കഴിഞ്ഞു കാണും. ആ, വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. മദർ ബിയാട്രീസ് മരിച്ച ശേഷം ഇവിടേക്ക് വരാൻ സാധിച്ചില്ല. ഇവിടേക്കുള്ള യാത്രാമധ്യേ ഒരു കാളവണ്ടിക്കാരൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞത് മദർ ഏവുപ്രാസിയയുടെ അപ്പം മരിച്ച വിവരം. എപ്പോഴായിരുന്നു? രാവിലെ 10 മണിക്ക്. ഈശോയെ, നിങ്ങൾ ആരും ഇത് അറിഞ്ഞില്ലായിരുന്നോ? 10 മണിക്ക് തന്നെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞു. ഹാ, അതെങ്ങനെ അറിയാൻ? ആ സമയം തന്നെ ഒരാൾ ഇങ്ങോട്ട് പുറപ്പെട്ടാ വൈകിട്ട് 7 മണിയാകും ഇവിടെ എത്താൻ. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഏവുപ്രാസിയമ്മ തന്നെ പറഞ്ഞു അപ്പൻ മരിച്ചുപോയെന്ന്. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചില്ല. തോന്നലാണെന്നാ കരുതിയത്. ശവം അടക്കുന്ന സമയം വരെ പറഞ്ഞിരുന്നു. എന്റെ ഈശോയെ, എന്തിഷ്ടമാ നിനക്ക് ആ കുട്ടിയെ? എന്താ നിന്റെ പദ്ധതി? ഒന്നും മനസ്സിലാവുന്നില്ല. ആഞ്ഞസമ്മേ, ഏവുപ്രാസിയമ്മ ഇതുവരെ ഒന്ന് കരയുക പോലും ചെയ്തില്ല. എവിടെ എന്റെ മകൾ? എനിക്കൊന്ന് കാണണം. ചാപ്പലിൽ പ്രാർത്ഥിക്കുക. ആരും എന്റെ കൂടെ വരണ്ട. എന്റെ കുഞ്ഞിനെ എനിക്ക് ഒറ്റയ്ക്ക് കണ്ടാ മതി. എണീക്കണ്ട മോളെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത് കൂനമാവിൽ നിന്നും അമ്പഴക്കാട്ടേക്ക് പോകുന്ന വഴി ഞാൻ അറിഞ്ഞു മരണവിവരം. പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. സത്യമാണ് കേട്ടതൊക്കെ. അപ്പൻ മരിച്ചു. എലവത്തങ്കൽ ചേർപ്പൂക്കാരൻ അന്തോണി എന്താ നല്ല സ്നേഹമുള്ള അപ്പനായിരുന്നു. പ്രതാപി, അഭിമാനി. നിന്നെ ജീവന്റെ ജീവനല്ലായിരുന്നു. ആദ്യം വേദനിച്ചെങ്കിലും നിന്റെ കന്യാലയ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി അന്തോനി അഭിമാനം കൊണ്ടിരുന്നു. നല്ല ഒരപ്പൻ. അപ്പനെ ഓർത്ത് ഒന്ന് കരയോ ഏവുപ്രാസിയെ? ഒന്ന് പൊട്ടിക്കരയേ.
സന്യാസിനിക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല, കൂട്ടുകെട്ടില്ല. എന്റെ യേശുവിന് വേണ്ടി എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞ ഒരു സന്യാസിനിയാണ് ഞാൻ. എനിക്കെന്റെ മണവാളനുണ്ട് ശക്തിയേകുവാൻ. പരിശുദ്ധ അമ്മയുണ്ട് എന്നെ ആശ്വസിപ്പിക്കുവാൻ. എന്റെ കാവൽ മാലാഖമാരുണ്ട് എന്നെ താങ്ങി നിർത്തുവാൻ. നവവൃന്ദം മാലാഖമാർ എന്റെ ചുറ്റും നിന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്നു. എന്റെ അപ്പൻ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും. എന്റെ നിരന്തര പ്രാർത്ഥന വേണം ആ ആത്മാവിന് സ്വർഗത്തിലെത്തുവാൻ. സാധ്യമെങ്കിൽ ഒരു കൊന്ത ചൊല്ലി അമ്മയും പ്രാർത്ഥിക്കണം. എന്റെ അപ്പൻ നല്ലവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. എന്റെ മോളെ, നിന്റെ മനസ്സ് ഞാൻ വായിക്കുന്നു. പക്ഷേ ഇത് അപകടമാണ്. ഇത്രയ്ക്കൊരു ഭാരം മനസ്സിനൊതുക്കരുത്. നല്ലവനായ നിന്റെ അപ്പനെ ഓർത്ത് ഒന്ന് കരഞ്ഞൂടെ മോളെ നിനക്ക്? വേണ്ട വേണ്ട, അപ്പനെ ഓർത്ത് കരയണ്ട. ദാ ആ കുരിശിൻ ചുവട്ടിൽ മകന്റെ ദീന മരണം കണ്ട മാതാവിന്റെ വ്യാകുലത്തെ ഓർത്ത് ധ്യാനിച്ചെങ്കിലും ഒന്ന് പൊട്ടിക്കരയും മോളെ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. എന്നാൽ തെറ്റിപ്പോയി എന്ന് മനസ്സിലായാൽ ഉടൻ പശ്ചാത്തപിച്ച് മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്യുക എന്നത് മഹത്വമുള്ളവരുടെ ലക്ഷണമാണ്. അവിടെ ന്യായീകരണങ്ങൾക്ക് സ്ഥാനമില്ല. ദേവപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ അങ്ങനെയൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒല്ലൂർ മഠത്തിലെ മദർ എന്ന സ്ഥാനം ഉപയോഗിച്ച് മെത്രാൻ്റെ അനുമതിയില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അന്നൊക്കെ മഠങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും മെത്രാനച്ചൻ്റെ അനുമതി വേണം. അങ്ങനെ അനുമതിയില്ലാതെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ആധിക്യത്താൽ ദേവപ്രാസ്യാമ്മ ഭിത്തി തുരന്ന് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി. എവിടെയാ വേണ്ടത് ദേവപ്രാസ്യാമ്മേ? ഈ ഭിത്തിയുടെ മധ്യത്തിൽ തന്നെ ആവണം. തിരുഹൃദയ രൂപം അകത്തേക്ക് വെക്കാവുന്ന രീതിയിൽ പണിയണം.
അമ്മയൊന്ന് വരച്ചു കാണിക്ക്. ഏകദേശം ഇത്രയും വലിപ്പം വേണം. ഓ മദർ എന്താ ചെയ്യുന്നത്? മെത്രാൻ തിരുമേനിയോട് അനുവാദം വാങ്ങിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ആവോ, ആർക്കറിയാം. പാടില്ലായിരുന്നു. കാരുണ്യാലയം ദിവ്യ സ്നേഹാലയം രാജാധിരാജനീശുവിൻ ഹൃദയം പാപിക്കഭയം അരുളും ഹൃദയം ജയിച്ചിടട്ടെ വിജയിച്ചിടട്ടെ ശ്രീഹ രാജനീശോ വിജയിച്ചിടട്ടെ മർത്യഹൃദയങ്ങളിൽ നായകനായി സത്യസമാധാന സംദായകനായി നിത്യമുലകിൽ പരിരക്ഷകനായി ജയിച്ചിടട്ടെ വിജയിച്ചിടട്ടെ ശ്രീഹ രാജനീശോ വിജയിച്ചിടട്ടെ ക്ലേശങ്ങളാൽ ഞങ്ങൾ വലഞ്ഞിടുമ്പോൾ ആശ്വാസവിഹീനരായി കേണിടുമ്പോൾ ഈശോ തവ സന്നിധി ചേർന്നിടുമേ ജയിച്ചിടട്ടെ വിജയിച്ചിടട്ടെ ശ്രീഹ രാജനീശോ വിജയിച്ചിടട്ടെ. ഈശോ, നീയാണ് ഈ മഠത്തിന്റെ അധികാരി. ഈ ഭവനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കുന്ന ഒരു ദാസി മാത്രം. അനുഗ്രഹിക്കൂ നാഥ. അതിനുടെ വേലകളും ഞങ്ങളുടെ ദേഹികൾ ദേഹങ്ങളും അങ്ങേക്കുമുദാ സമർപ്പിച്ചിടും നീൻ ജയിച്ചിടട്ടെ വിജയിച്ചിടട്ടെ ശ്രീഹ രാജനീശോ വിജയിച്ചിടട്ടെ. ഈ പ്രവൃത്തികൾ കുറച്ച് സിസ്റ്റേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. മേനാച്ചേരി പിതാവ് മഠം സന്ദർശനത്തിന് വന്നപ്പോൾ എവ്പ്രാസ്യാമ്മയുടെ ഈ പ്രവൃത്തികളെക്കുറിച്ച് അവർ പരാതി പറഞ്ഞു. വളരെ ഗൗരവത്തോടെയാണ് പിതാവ് ഇതിനെ കണ്ടത്. പിതാവേ, ഇവിടെ
എവിടെ മദർ യൂപ്രസ്യ? മദർ യൂപ്രസ്യ, പിതാവേ, നമ്മുടെ അനുവാദമില്ലാതെ ഭിത്തി പൊട്ടിച്ചു. അത് ക്ഷമിക്കാവുന്നതാണ്. അതല്ല പ്രശ്നം. ആഘോഷപൂർവം ഇത് പ്രതിഷ്ഠിച്ചതാരെ? ഞാനാണ് പിതാവേ. എന്താ, ഒരു കന്യാസ്ത്രീക്ക് പൗരോഹിത്യ പദവിയും ലഭ്യമായോ? ഞാനതറിഞ്ഞില്ലായിരുന്നു. എന്താ, വെഞ്ചിരിപ്പും നടത്തിയോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഈ നിമിഷമാണ് തെറ്റെനിക്ക് ബോധ്യപ്പെട്ടത്. ന്യായീകരിക്കുന്നില്ല ഞാൻ. ഇപ്രകാരം പിതാവിന് തോന്നിയെങ്കിൽ അത് വളരെ ശരിയാണ്. ഇങ്ങനെയൊരു തെറ്റ് സംഭവിച്ചത് ഭക്തിഭാരവശ്യത്തിൽ തോന്നിയ ഒരെടുത്തുചാട്ടം. നാം അത് മനസ്സിലാക്കുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കുവാൻ വേണ്ടി പറയുകയാണ്. ഭക്തിയായാലും യുക്തിയായാലും പഠനമായാലും ഒന്നും അമിതമാകരുത്. അതായത് അന്ധമാകരുത്. മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അന്ധത ബുദ്ധിഭ്രമം വരെ ആയിത്തീരും. തെറ്റിലേക്ക് നമ്മെ നയിക്കും. അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റ് ഈശോ മിശിഹായുടെ നാമത്തിൽ ക്ഷമിച്ച് മാപ്പ് തരുമാറാകണം. യൗപ്രാസ്യക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും തെറ്റുതിരുത്താൻ മനസ്സ് കാണിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഒരു നല്ല കുമ്പസാരം കഴിച്ച് സമചിത്തത കൈവരിച്ച് കർമ്മമണ്ഡലത്തിൽ തുടർന്നും പ്രക്ഷോഭിക്കട്ടെ. ഒരു അധികാരി എന്ന നിലയ്ക്ക് സമചിത്തത കൈവിടാതിരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. യൂപ്രസ്യ, പിതാവേ, ഈ തിരുഹൃദയ രൂപം എടുത്തു മാറ്റുവാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. നാളെ ഏവർക്കും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരിടമായി മാറില്ല എന്ന് ആര് കണ്ടു? യവപ്രാസ്യാമ്മയുടെ തെറ്റ് പിതാവ് ചൂണ്ടിക്കാണിച്ചെങ്കിലും പ്രതിഷ്ഠ മാറ്റാൻ പിതാവ് കൽപ്പിച്ചില്ല. ഒല്ലൂർ മഠത്തിനകത്തുള്ള ഈ ഹാൾ ഇന്ന് അനേകായിരങ്ങൾക്ക് നിശബ്ദമായി ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരിടമായി തുറന്നുകൊടുത്തിരിക്കുന്നു. നിരവധി അത്ഭുതങ്ങളാണ് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത് എന്ന് ഇവിടുത്തെ വിസിറ്റിംഗ് ഡയറിയിൽ അനേകർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മേനാച്ചേരി പിതാവിന്റെ ശാസനയിൽ യൗപ്രാസ്യാമ്മ സന്തോഷിക്കുകയാണ് ചെയ്തത്. തെറ്റു മനസ്സിലാക്കി തന്നു, പ്രതിഷ്ഠ മാറ്റിയില്ല. തിരക്കിനിടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം ഓടി വന്ന് തന്റെ മണവാളനെ എത്തി നോക്കി ഓടിപ്പോകാൻ ഒരിടം. അത്രയേ യൗപ്രാസ്യാമ്മ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എങ്ങനെ നന്ദി പറയാതിരിക്കും? കാരുണ്യാലയം ദിവ്യ
ഒരധികാരിയുടെ തീരുമാനങ്ങളിൽ ദൈവാഭിമുഖ്യം വെളിവാക്കപ്പെടുന്ന രംഗമാണ് നാം ഇപ്പോൾ കണ്ടത്. എവുപ്രാസ്യാമ്മ പിതാവിന് എഴുതിയ 79ഓളം കത്തുകളാണ് കണ്ടെടുക്കപ്പെട്ടത്. അതിൽ 74 എണ്ണം പൂർണ്ണവും 5 എണ്ണം അപൂർണവുമാണ്. പിതാവ് എഴുതിയ മറുപടി കത്തുകൾ ഒന്നും തന്നെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പിതാവ് മറുപടി എഴുതിയിട്ടുണ്ട് എന്ന് എവുപ്രാസ്യാമ്മ എഴുതിയ 60ാമത്തെ കത്തിൽ നിന്നും വ്യക്തമാണ്. ഇന്നലെ എൻ്റെ വന്യപിതാവ് കൊടുത്തയച്ച മറുപടി കിട്ടി എന്ന് ഈ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു, എവുപ്രാസ്യാമ്മ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയത് ഇതുപോലെ ഒരു ആത്മനിയന്താവിൻ്റെ നിയന്ത്രണത്തിലും ഉപദേശത്തിലും അനുസരണത്തിലും എളിമയിലും വളർന്ന് അഗ്നിശുദ്ധി വരുത്തി വജ്രത്തിളക്കം നേടിക്കൊണ്ടാണ്. അമ്മ എഴുതിയ 59ാമത്തെ കത്തിൽ പറയുന്നു, ഓരോ സംഗതികളിൽ വന്യപിതാവിൻ്റെ ഉപദേശം ഈ പാവപ്പെട്ട എന്നെ നല്ലവണ്ണം ധൈര്യപ്പെടുത്തി വരുന്നു എന്ന്. എവുപ്രാസ്യാമ്മയ്ക്ക് ഒരു വന്യനായ മെത്രാനച്ചനെ ആത്മഗുരുവായി കൊടുത്തത് സ്വർഗീയ പദ്ധതിയല്ലാതെ എന്താണ്?